ജീവനെടുത്ത എലിപ്പനി കഴിഞ്ഞ 2 ദിവസം എലിപ്പനി കാരണം 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ജൂലൈ മാസം മാത്രം എലിപ്പനി കവർന്നത് 25 ജീവനുകളാണ്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട്. രാഹുൽ, പകർച്ചപ്പനിയെ പറ്റി നമ്മൾ ഓരോ തവണയും ചർച്ച ചെയ്യുമ്പോഴും നിരവധി തരം പകർച്ചപ്പനികളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ എലിപ്പനിയുടെ കാര്യത്തിൽ ആശങ്ക കൂടുതലാണോ? എല്ലാ തവണയും നമ്മൾ പറയുന്നത് പോലെ ജാഗ്രത മാത്രം കൊണ്ട് നമുക്കിതിനെ മറികടക്കാൻ കഴിയുമോ? ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഈ വെള്ളം തളംകെട്ടി കിടക്കുന്ന ഇടങ്ങൾ ചിലത് തൊഴിലിടങ്ങളാണ്, ചിലത് വീടുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ശക്തമായ പരിശോധന ഉണ്ടാകണം. അത് സ്വയം രക്ഷയ്ക്കാണെങ്കിൽ പോലും അധികാരികൾ അതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ആളുകൾക്ക് നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം എലിപ്പനി ഈ മരണനിരക്ക് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം 7 മാസം പൂർത്തിയാവുകയാണ് ഈ വർഷം തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ 58 പേർക്കാണ് എലിപ്പനി കാരണം ജീവൻ നഷ്ടമായത്. അതും കഴിഞ്ഞ 2 ദിവസം 4 പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. അതിൽ 2 പേർ വയനാട് ഉള്ളവരാണ്. 2 പേർ വയനാടുള്ളവർ, ഒരാൾ തൃശ്ശൂരിൽ 27-കാരനാണ് എലിപ്പനി കാരണം മരണം സംഭവിക്കുന്നത്. പിന്നീട് 51-കാരനായ പാലക്കാട് സ്വദേശിയായ 51-കാരനാണ് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഈ തൊഴിലിടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ വെള്ളം തളം കെട്ടി കിടക്കാൻ ഈ അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും ഈ എലിപ്പനി, പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ എന്തായാലും ഈ ജൂലൈ മാസം അവസാനം വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിരുന്നു. അപ്പോഴും ഈ എലിപ്പനി ഇത്തരത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നവർക്ക് എതിരുന്നില്ല. നിലവിൽ എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഉന്നതാധികാര സമിതി രൂപീകരിച്ചിരുന്നു. അതിൻ്റെ അധ്യക്ഷ നേതൃത്വത്തിലൊരു യോഗം ഉൾപ്പെടെ ഇന്ന് എന്തായാലും നടക്കാനിരിക്കുകയാണ്. ശരി രാഹുൽ, കാര്യങ്ങൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോട്ടെ. ഈ യോഗത്തിൽ ഇത് ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം മുൻകരുതലുകളടക്കം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കട്ടെ. ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി എല്ലാവരും പാലിക്കുകയും വേണം. രാഹുൽ ജി നാഥിന് നല്ല ദിവസമായിരിക്കട്ടെ.